കൊച്ചേട്ടന്റെ കത്ത്. മഹാബലി എന്ന മഹായോഗി. പ്രിയ ഡീസിൽ കൂട്ടുകാരെ, യോഗ എന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവവും പഞ്ചഭൂതങ്ങളുമായുള്ള ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ യോഗമാണെന്ന്. അത് പരിശീലിക്കുന്നത് ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ യോഗത്തിന്, ഐക്യത്തിന് ഓരോ വ്യക്തിയെയും സഹായിക്കുമെന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ പ്രശസ്തനായ സുഖോദയ ആയുർവേദ ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ആണ്. സുഖോദയ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം സ്വയം പരിശീലിക്കുന്ന യോഗയുടെ സവിശേഷ ഗുണങ്ങളെ പറ്റി പറഞ്ഞത്. കൂട്ടുകാർക്കായി പൊന്നോണത്തെ പറ്റി കൊച്ചേട്ടന്റെ കത്ത് എഴുതാനിരുന്നപ്പോഴാണ് മഹാബലി ഒരു മഹായോഗി ആയിരുന്നുവെന്ന ചിന്ത ഉദിക്കുന്നത്. കാരണം മാവേലി നാടുവാണിടും കാലം മലയാള നാടിന് യോഗമുള്ള നാളുകളായിരുന്നു. യോഗ എന്നതിന് ഒരുമ, ഐക്യം എന്നു അർത്ഥം നൽകാം. അന്നും എന്നും ഓണമായിരുന്നു. ഇവിടെ മനുഷ്യരെല്ലാം ഒന്നുപോലെയായിരുന്നു. ജാതികൾ തമ്മിലും തരക്കാർ തമ്മിലും തിരിവുകൾ ഇല്ലായിരുന്നു. മാനവികതയുടെ മഹത്തായ ലയനമുണ്ടായിരുന്നു സമൂഹത്തിൽ. എല്ലാ മനുഷ്യർക്കും ഒരേ പാത്രത്തിൽ നീതി വിളമ്പിയ വിരുന്നൂട്ടുകാരനായ മഹാബലി. അങ്ങനെയുള്ള മനുഷ്യവാസത്തിന്റെ മഹാസാധ്യത ഇന്നും ഉയർത്തുന്ന മലയാളമയുടെ മഹത്തായ പുരോവൃത്ത ചിത്രമാണ്. ഓണത്തിന്റെ മിത്തിക്കൽ പ്രതലത്തിൽ മലയാളി എന്ന മഹാസാഹിത്യബോധത്തിന്റെ ആദിസ്പന്ദനം തുടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണസ്മരണകൾ ഉണർത്തിക്കൊണ്ട് ചിങ്ങപ്പുതുവെയിലിൽ തെളിക്കുമ്പോൾ തന്നെ ലോകത്തെവിടെയായാലും മലയാളികളുടെ പരസ്പരം പൊന്നോണത്തിന്റെ പ്രതീകങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടും. ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണക്കളികൾ എല്ലാം ഏതോ അനിർവചനീയമായ ഗ്രഹാതുരതയോടെ മലയാളി പുനർനിർമ്മിക്കും. ജാതി, മതം, രാഷ്ട്രീയ പരിമിതികൾ യുക്തമായ ഹൃദയം കൊണ്ടാകുന്നുള്ള ജൈവബോധം എല്ലാ ജനതകളുടെ പോലെ മലയാളികളുടെ സമൂഹബോധത്തിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മഹാബലി മഹായോഗി ആയിരുന്നു എന്ന അനുമാനിക്കാൻ കാരണമുണ്ട്. തിരുവോണ സദ്യയുടെ തൂഷ്ണിലെ രുചിക്കൂട്ടുകളുടെ സംയോഗമുണ്ട്. ഓണപ്പൂക്കളത്തിൽ നിറക്കൂട്ടുകളുടെ യോഗമാണ്. ഓണക്കളികളിൽ കളിക്കൂട്ടുകാരുടെ കൂട്ടായ്മയാണ്. മഹാബലിയുടെ കാലം മലയാളിക്ക് യോഗമുള്ള കാലമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മതങ്ങളുടെയും പുതുയോഗങ്ങളുണ്ട്. എന്നാൽ മനസ്സുകളുടെ പുതുയോഗം കുറവാണ്. ആളുകൾ തമ്മിലും യോഗമുണ്ടാകണം. മാനവികതയുടെ മഹത്തായ യോഗമായിരുന്നു മാവേലിക്കാലം. ഇന്ന് കുടുംബങ്ങളുടെയും കുട്ടികളുടെയും പല പ്രശ്നങ്ങളുടെയും കാരണം ഹൃദയങ്ങൾ തമ്മിൽ യോഗമില്ലാത്തതാണ്. പല കുട്ടികളും കുടുംബത്തിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞു. ഹൃദയം കൊണ്ട് യാതൊരു ബന്ധവുമില്ലാതെ ലോഡ്ജിലൊക്കെ താമസിക്കുന്നത് പോലെയാണ് പല വീട്ടിലെയും അവസ്ഥ. മാതാപിതാക്കളും മക്കളും പലപ്പോഴും കണ്ടുമുട്ടാറില്ല. കണ്ടുമുട്ടിയാലും മിണ്ടാട്ടമില്ല. മിണ്ടിയാലും പൊള്ളവാക്കുകൾ ഉച്ച മാത്രം. മിണ്ടുന്നതും പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രം നേടാനുള്ള വ്യാപങ്ങൾ മാത്രം. മാതാപിതാക്കൾ അനാഥരാകുന്നു. വീട്ടിൽ താമസിക്കുമ്പോൾ വീടറിയാത്തവരുമായുള്ള യോഗമാണ് പല കുട്ടികൾക്കും പ്രധാനം. ചിലർക്ക് ഡിജിറ്റൽ ലോകത്താണ് സ്ഥിരം യോഗങ്ങൾ. പ്രിയ കൂട്ടുകാരെ, ഇവിടെയാണ് മഹാബലി എന്ന മഹായോഗിയുടെ ഓർമ്മയും ഓണാഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ താളമാകുന്നത്. മുറിഞ്ഞുപോയ ബന്ധങ്ങളെ വിളിക്കിച്ചേർത്ത് ഓണത്തിന്റെ കളിക്കൂട്ടും നിറക്കൂട്ടും രുചിക്കൂട്ടും നമ്മെ തന്നെ പുതുക്കിപ്പണിപ്പിക്കാൻ സൗന്ദര്യവേളയാക്കി നമുക്ക് മാറ്റാം. ഏവർക്കും ഓണാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.